കർണാടകയിലെ അങ്കോലയിൽ കുരുങ്ങിയ അർജുനെപ്പറ്റി യാതൊരു വിവരവുമില്ല. അവിടെ സൂരത്കൽ NITയുടെ റഡാർ കൊണ്ടുവന്നു പരിശോധന നടത്തി. ഇപ്പോൾ ആ റഡാറിൽ ചില മൈക്രോവേവ് പോലെയുള്ള വേവ്സുകൾ വന്നിരുന്നു എങ്കിലും ആ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ റിട്ടേൺസ് എക്കോ വന്നത് പാറയിൽ തട്ടിയാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മണ്ണിനടിയിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട്. 3 പേരുടെ കാര്യം അവിടുത്തെ നാരായണ SP-യും അവിടുത്തെ കളക്ടറും ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും ബാംഗ്ലൂര് അവിടെ നിന്ന് മുഖ്യമന്ത്രിയും സിദ്ധാരാമയ്യയും അവിടെ എത്തുന്നു. കേരളത്തിൽ നിന്ന് പല വിദഗ്ധരും അവിടെ എത്തി. പല ആൾക്കാരുടെ സജഷൻസ് കണ്ടു. അവിടെ ശ്രീജിത്ത് എന്ന് പറയുന്ന NDRFലുള്ള പുള്ളിയുടെ ഉപദേശമൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും ദിവസം 5 കഴിഞ്ഞു, 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. യാതൊരു വിവരവും ഇതുവരെ അർജുനെ പറ്റി ലഭിക്കുന്നില്ല. ഇന്ത്യൻ സൈനികരുടെ സേവനം വേണമെന്ന് അർജുൻ്റെ മാതാപിതാക്കളും മറ്റും പ്രധാനമന്ത്രിക്ക് അവർ നിവേദനം കൊടുത്തു കഴിഞ്ഞു, ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഏതായാലും ജീവനോടെ ഇരിക്കാൻ സാധ്യതയുള്ള ഒരാളെ രക്ഷപ്പെടുത്തേണ്ട കടമ രാജ്യത്തിനുണ്ട്, സംസ്ഥാനത്തിനുണ്ട്, കർണാടക സർക്കാരിനുമുണ്ട്. ജീവൻ്റെ തുടിപ്പുകൾ അവിടെയും ഇവിടെയും നിന്നൊക്കെയുള്ള ചില മൊബൈൽ GPS-ഉം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അടിക്കുമ്പം ബെല്ലടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല ഇതും വെച്ചിട്ട് അർജുൻ്റെ ജീവൻ്റെ തുടിപ്പ് തന്നെയാണ് എന്ന് പലരും അത് ഊഹിച്ചു, അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇത്രയുമായിട്ടും നമുക്ക് യഥാർത്ഥത്തിൽ ലോറി എവിടാണ് പുതഞ്ഞു കിടക്കുന്നതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അർജുൻ്റെ സുഹൃത്ത് ഷമീറും അവിടെയുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ സ്ഥലങ്ങളിൽ ഒരു വശത്ത് വലിയ മലകളും പിന്നെ ഹൈവേയും അതിൻ്റെ താഴെ നദി ഒഴുകുകയാണ്. എവിടെ വേണേലും മുകളിൽ നിന്ന് മണ്ണും കല്ലും വന്നാൽ എങ്ങോട്ട് വേണേലും നീങ്ങാം. ലോറി ചിലപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ തെന്നി മാറി നദിയിൽ പതിച്ചിട്ടുണ്ടാവാം. വെള്ളപ്പൊക്കം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. നദിയിൽ നിന്നും അത് ആ പാറ വീണ സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ മണ്ണ് വീണ സ്ഥലത്തു നിന്ന് തെന്നി നദിയിൽ കൂടെ വളരെ ദൂരം സഞ്ചരിച്ചിരിക്കാം. എങ്കിലും ഇപ്പോഴും പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഏത് സമയത്തെങ്കിലും ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അർജുനിലേക്ക് എത്താം എന്നൊരു ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ട്. 100 മീറ്റർ കൂടി മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ ലോറിയുടെ സമീപത്ത് എത്താമെന്ന് നേരത്തെ കണക്കാക്കിയിരുന്നെങ്കിലും അത് വൃഥാവിലായി. റഡാർ ഉപയോഗിച്ച് കിട്ടിയ റിട്ടേൺസ്, ആ വേവ്സ്, ആ എക്കോ അത് പാറയുടെ ആണോ എന്നൊരു സംശയം കൂടെ ഇപ്പം പറയുന്നുണ്ട്. രഞ്ജിത്ത് എന്ന NDRFൻ്റെ വിദഗ്ധൻ്റെ ചില അഭിപ്രായങ്ങളുമൊക്കെ നമ്മൾ കേട്ടു. പല വിദഗ്ധരും അവിടെ ഉണ്ട്. അവിടുത്തെ SP ഉണ്ട്, കളക്ടറുണ്ട്. അവിടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആൾക്കാരും എക്സ്പെർട്ടുകളും അവിടെ ചെന്നിരിക്കുന്നു. പക്ഷേ ഇതുവരെ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കാര്യം വെളിയിലോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് ഈ ആളിലെ മണ്ണിനടിയിൽ നിന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുന്നതിനെപ്പറ്റി ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതുപോലെ മണ്ണ് റോഡിൻ്റെ ആ മണ്ണ് വീണ സ്ഥലങ്ങളിൽ കുമിഞ്ഞു കൂടി കിടക്കുകയാണ്. അത് ദിവസങ്ങളെടുത്തും അത് മാറ്റാൻ. അവിടെ നിന്ന് ആ മണ്ണിനടിയിൽ തന്നെ ലോറി ഉണ്ടാകാം ഉള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും ആ ബെല്ലടിക്കുന്ന വീട്ടുകാർ അവരുടെ മൊബൈലിൽ നിന്ന് അർജുനെ വിളിച്ചപ്പം അർജുൻ്റെ മൊബൈലിലെ ബെല്ല്, ആ ബെല്ല് ശബ്ദിക്കുന്നുണ്ട്. ശബ്ദിച്ച് നിന്നതാണോ? എന്തായാലും അത് ആ മൊബൈൽ ഇരിക്കുന്ന സ്ഥലത്ത് എന്തായാലും
ഒരു എയർ പാസേജ്, എയർ സർക്കുലേഷൻ ഉണ്ട്. അത് കയ്യിൽ തന്നെയാണോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെയാണോ ആ ഇരിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ ജീവൻ്റെ തുടിപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് സാധ്യതയുള്ള സ്ഥലങ്ങളിലെ കുമിഞ്ഞുകൂടിക്കിടുന്ന കല്ലും മണ്ണും എത്രയും പെട്ടെന്ന് മാറ്റാൻ, അതാണ് ഇനി മാർഗമുള്ളൂ. നമുക്കറിയാം 3, 4, 5 ദിവസം കഴിഞ്ഞ് 10, 15, 20 ദിവസം കഴിഞ്ഞ് രക്ഷപ്പെട്ട് മണ്ണിനടിയിൽ നിന്നും ഒക്കെ വന്ന ചരിത്രങ്ങൾ നമുക്കറിയാം. ഏതായാലും നല്ല കോൺഫിഡൻസ് ഉള്ള, വിശ്വാസമുള്ള, നല്ല ആർജവമുള്ള, നല്ല ശക്തിയുള്ള, നല്ല മനക്കരുത്തുള്ള വ്യക്തി തന്നെയാണ് അർജുൻ. അർജുൻ്റെ കൂടെ 2-3 പേര് ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ സംശയിക്കപ്പെടുന്നുണ്ട്. അർജുനൻ തനിച്ചല്ല, ആ ക്യാബിനിൽ വേറെ ആളുണ്ടോ എന്നും ഇപ്പം സംശയം വരുന്നുണ്ട്. ഏതായാലും ഈ റഡാറിൻ്റെ പ്രവർത്തനം അവിടെ തന്നെ പല മേഖലയിലേക്കും പല ഭാഗത്തോട്ടും മാറ്റി ഇപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷ വളർത്തുന്ന എന്തെങ്കിലും ലഭിക്കുമോ ഇല്ലയോ എന്ന് ആൾക്കാർ നോക്കിയിരിക്കുന്നു. ആ സ്ഥലത്ത് അവിടുത്തെ SP-യും അവിടുത്തെ കളക്ടറും അവിടുത്തെ ഈ 70ഓളം ആൾക്കാർ, എക്സ്പെർട്ടായ ആൾക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ NIT-യുടെ ആൾക്കാരും ഈ വസ്തുതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറായ നാട്ടുകാരും കോഴിക്കോട് പോയവരും ഒക്കെ അവിടെ ഉണ്ട്. കൃത്യസ്ഥലത്തോട്ട് പലരെയും റിസ്ക് ഉണ്ടാവും അല്ലെങ്കിൽ അപകടം ഉണ്ടാവും എന്ന് കരുതി പോലീസ് കടത്തിവിടുന്നില്ല. എങ്കിലും അർജുൻ്റെ ബന്ധുക്കളായ വീട്ടുകാരായ 2 പേരെ ആ GPS വന്ന സ്ഥലത്ത് എവിടുന്നാണ് പുറപ്പെട്ട് ആ ഭാഗത്തേക്ക് അവരും ആ പ്രവൃത്തി ചെയ്യുന്നവരൊപ്പം പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള വേവ്സ്, തരംഗങ്ങൾ പല സ്ഥലത്തുനിന്ന് വരുന്നെങ്കിൽ ആ ഭാഗത്ത് എല്ലാം അടിയന്തരമായിട്ട് മണ്ണ് മാറ്റി പരിശോധിക്കാനുള്ള ശ്രമം ഇപ്പം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2-3-4 ദിവസത്തെ പ്രവർത്തനങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല. അത് അത്ര ആർജവത്തോടു കൂടി നമ്മളാരും പ്രവർത്തിച്ചില്ല. വളരെ താമസിച്ച് 4-5 ദിവസവും ആണ് നാഷണൽ ലെവലിലുള്ള ഏജൻസികൾ ഇവിടെ വരാൻ തന്നെ കാരണം വന്നിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥലത്ത് വരുന്നപ്പം തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിൻ്റെ മേഖലകൾ കൂടുതൽ ഏരിയയിൽ വർദ്ധിക്കും, കൂടുതൽ ഉപകരണങ്ങൾ എത്തും. എന്തായാലും നമുക്ക് അർജുൻ എന്ന ആ വ്യക്തിയെ, ആ ഭാര്യയുടെയും അമ്മയുടെയും അപ്പൻ്റെയും ബന്ധുക്കളുടെയൊക്കെ നിലവിളിയും കരച്ചിലും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ശുഭകരമായ വാർത്ത 5 ദിവസം കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശയിൽ നമുക്കെല്ലാവർക്കും ഇരിക്കാം.